നടത്താം. അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക. നമ്മളെ കർത്താവിനെ അമ്മയുടെ കരങ്ങളിൽ വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവ് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അമ്മയിലൂടെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോ നമ്മളെ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സഹോദരി, ദൈവാനുഗ്രഹത്തിനായി IMS അമ്മയുടെ സ്നേഹം ദൃഢമാക്കുന്ന ഈ നവേന നടത്തുന്നതിനെ നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും യേശുവിന്റെ സ്നേഹത്തിനും കാരണത്തിനുമായ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയാക്കുകയും ചെയ്യാം. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് അനുദപിക്കുകയും അങ്ങയുടെ കാരുണ്യത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഏറ്റവും സ്നേഹമുള്ള IMS അമ്മേ, ഈശോയുടെ അതിനിർമ്മല അമ്മയാകുവാൻ ദൈവപിതാവിനാൽ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടവളെ മംഗളവാർത്താ സമയത്ത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ച അമ്മേ, എന്നെ ഞാൻ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവഹിതം മനസ്സിലാക്കി തന്നെ തന്നെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതുപോലെ ഞങ്ങളും ദൈവഹിതം മനസ്സിലാക്കുന്നതിനും പൂർണ്ണമായും ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് പ്രാർത്ഥനമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. IMS അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദിവ്യനാഥയെ പോലെ ഞങ്ങളും ദൈവം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകളും നന്ദിയോടെ സ്വീകരിച്ച് എളിമയിലും ദൈവസ്നേഹത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. IMS അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ അമ്മേ, അങ്ങേ തിരുക്കുമാരന്റെ കാരണത്തിൽ ആശ്രയിച്ചു യാചിക്കുന്ന ഏവർക്കും നൽകപ്പെടും എന്ന് വാഗ്ദാനത്തിൽ ശരണപ്പെട്ടും അവിടുത്തെ പ്രാർത്ഥന ശക്തിയിലുള്ള വിശ്വാസത്തിൽ നിറഞ്ഞ് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ നവേന വഴിയാ ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹം, നമുക്ക് വേണ്ട അനുഗ്രഹം മാതാവിൻ്റെ കരങ്ങളിൽ നമുക്ക് സ്വീകരിക്കുക. മാതാവിനോട് പറയുക, മാതാവേ എന്നെ അനുഗ്രഹിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളെല്ലാം അമ്മയുടെ കരങ്ങളിൽ നമുക്ക് വിട്ടുകൊടുക്കുക. IMS അമ്മേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും ഈ അനുഗ്രഹം പ്രാപിക്കുന്നതിനായി അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് കാഴ്ചവെക്കുന്നു. അവിടുത്തെ പുത്രന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും യോഗ്യതകളാൽ ഞങ്ങളുടെ ഈ എളിയ യാചനകൾ സാധിച്ചു തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം ജീവിക്കുന്ന പിതാവിനെ യാതനും വചനവുമായി അങ്ങേ മാതാവായ മറിയത്തെ ശക്തിയുള്ള മധ്യസ്ഥ ഞങ്ങൾക്ക് തരുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അമ്മയുടെ സമീപത്ത് നിന്നുകൊണ്ട് കൈകൾ കൂപ്പി ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ഈ യാചന അലിവോടെ കേട്ട് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. വചനമായ ദൈവത്തിന്റെ മാതാവേ, ദിവ്യരക്ഷകനെ ലോകം നൽകിയ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. IMS അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്നേഹം, ക്ഷമ, ജീവിതവിശുദ്ധി എന്നിവയും ഞങ്ങൾക്ക് മാതൃകയായ IMS അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചതാനീ രോഗികൾ ആശ്രയമായ IMS അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അങ്ങയിൽ ആശ്രയിച്ച് ഈ വിശുദ്ധലത്തേക്ക് കടന്നു വരുന്നവരുടെ അഭയകേന്ദ്രമായ IMS അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവായ യേശുവേ, അവിടുത്തെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ശരണപ്പെട്ട തിരുമുമ്പിൽ നിൽക്കുന്ന അമ്മയുടെ മക്കളെ തിരക്കൻ പാർക്കണമേ. പരിശുദ്ധ അമ്മോടിയായ ആദിക്കുന്ന ഈ നന്മയും അവിടെ നൽകുമെന്ന വിശ്വാസത്തോടു കൂടി അണയുന്ന അങ്ങയുടെ പ്രിയ മക്കളെ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ എന്നാ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുത്തെ അമ്മയായ മറിയത്തെ അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. വേഗം മനസ്സിലാക്കി, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന് മനസ്സിന അമ്മ വഴങ്ങിയല്ലോ. അമ്മയെ അനുകരിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവിധ വിജയങ്ങളിലും പരാജയങ്ങളിലും ദൈവഹിതം വിവേചിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവം നാന്ദി, അങ്ങ് എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം എന്ന് പറഞ്ഞ് അവൾ അങ്ങേ അഭിവാദ്യം ചെയ്തപ്പോൾ എളിമയുള്ള ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തിപ്പാടിയല്ലോ. ഞങ്ങളുടെ നേട്ടങ്ങളിൽ ദൈവഹിതം കാണുവാനും പിതാവിനെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കന്യാമാതാവേ, ഉണ്ണിയേശുവിനെയും തിരുവുദരത്തിൽ വഹിച്ചുകൊണ്ട സന്തോഷത്തിന്റെ സദ്വാർത്ത എലിസബത്തിന് ഉദര ശിശുവിനും പകർന്നു കൊടുത്ത ആ കുടുംബത്തെ സന്തോഷഭരിതമാക്കിയല്ലോ. അങ്ങേ മക്കളായ ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുവാനിടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ സദ്വാർത്തകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അസന്നരുടെ സംഗീതമായ മറിയമേ, എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായി അങ്ങേ ശാരീരിക സ്വാസ്ഥ്യം മറന്ന് മലമ്പ്രദേശത്ത് കൂടി തുടക്കത്തിൽ യാത്രയായല്ലോ. മക്കളാ ഞങ്ങളെ മറ്റവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് ശുശ്രൂഷിക്കുവാനും മനോഭാവം ഉള്ളവരായി തീർക്കണമേ. ഞങ്ങളിലുള്ള സ്വാർത്ഥ മനോഭാവത്തെ വെടിഞ്ഞ് നന്മയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. നിർമ്മലയും കരികയുമായ മാതാമി, ഉണ്ണീശയെ ആരാധിക്കാൻ വന്ന ആട്ടിടയന്മാരുടെ നിർമ്മലവും എളിമ നിറഞ്ഞതുമായ മനോഭാവത്തോടും യേശുവിന് കാണിക്ക സമർപ്പിക്കാൻ വന്ന ജ്യോതി ശാസ്ത്രന്മാരുടെ നിശ്ചിതാഠ്യത്തോടും അർപ്പണ മനോഭാവത്തോടും കൂടി ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. യേശുവിനെ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുവാൻ ശക്തിയും ധൈര്യവും നൽകണമേ.